കേന്ദ്രമന്ത്രി പദവിയേക്കാൾ തനിക്കിഷ്ടം സിനിമ ചെയ്യാനാണെന്ന് വ്യക്തമാക്കിയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം. സിനിമ ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് അനുമതി ചോദിച്ചെങ്കിലും സുരേഷ് ഗോപിക്ക് അനുമതി കിട്ടിയിട്ടില്ല. 22 സിനിമകൾ ചെയ്യാനുണ്ടെന്ന് അമിത് ഷായെ അറിയിച്ചപ്പോൾ അദ്ദേഹം ആ പേപ്പർ മാറ്റിവെച്ചു. അടുത്ത മാസം 6-ന് പുതിയ ചിത്രമായ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം തുടങ്ങും. അതിൽ താൻ പങ്കെടുക്കും. സിനിമയ്ക്കാണ് പ്രഥമ പരിഗണന. അതിന്റെ പേരിൽ മന്ത്രി പദവി പോയാലും പ്രശ്നമില്ല. സിനിമ ഞാൻ ചെയ്യും. അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങനെ പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. അപ്പം ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കത്തുള്ളൂ. MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടൊക്കെ തന്നെ നിൽക്കാൻ പറ്റും. ഇതത് പറ്റുന്നില്ല. അങ്ങനെ ഒരു മനം മാറ്റം കൊണ്ടുവന്ന ഒരു ജനതയ്ക്ക്, കേരള ജനതയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചൊരു നന്ദിക്കുറിപ്പ് എഴുതാനുണ്ട്, ഒരു സമ്മാനം കൊടുക്കാനുണ്ട്. അതാണ് നിങ്ങളുടെ ഈ കസേര, അല്ലാതെ നിങ്ങൾക്ക് തന്നതല്ല എന്ന് പറഞ്ഞിടത്ത് എനിക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യ MP നൽകിയ തൃശ്ശൂർക്കാർക്ക് നന്ദി അർപ്പിക്കണമെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞതുകൊണ്ട് കേന്ദ്രമന്ത്രി പദവിക്ക് താൻ വഴങ്ങേണ്ടി വന്നുവെന്ന് സുരേഷ് ഗോപി പറയുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മറ്റൊരു പരിപാടിക്ക് എത്തിയപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭരത് ചന്ദ്രനായി ജീവിക്കാനാണ് തനിക്കിഷ്ടമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഡയലോഗ്. അതിലെപ്പോഴും ഭരചന്ദ്രനിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുന്ന കുറെ എണ്ണമുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഭരചന്ദ്രനാണ് വേണ്ടത്. ആ നിങ്ങളുടെ ഇഷ്ടത്തെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്. ആ ഇഷ്ടം വളർന്നുകൂടാ എന്ന് പറയുന്ന നിശ്ചയം കൊണ്ട് എന്നെ സൈസ് ഔട്ട് ചെയ്യുന്നതിനുള്ള പ്രക്രിയയാണ്. സിനിമാഭിനയത്തിന് സുരേഷ് ഗോപിക്ക് കേന്ദ്രം അനുമതി നൽകുമോ, കട്ട് പറയുമോ? സുരേഷ് ഗോപിയുടെ നിലപാട് സംസ്ഥാന നേതൃത്വത്തിലും ചർച്ചയാകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.